നമസ്കാരം. നമ്മുടെ നാട് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം ഉള്ള വലിയൊരു ദുരന്തത്തിനാണ് ഈ നാളുകൾ സാക്ഷ്യം വഹിക്കുന്നത്. മരണസംഖ്യ എത്രയാണെന്ന് കൃത്യമായിട്ട് ആർക്കും അറിയില്ല. കാണാതായവരെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണുള്ളത്. വയനാട് എന്ന് പറയുന്ന സ്വർഗ്ഗഭൂമി ഇന്നൊരു ശവപ്പറമ്പായി മാറിയിരിക്കുന്നു. മലയാളികൾ ഓരോരുത്തരും അവരുടെ നെഞ്ചിലാണ് ആ വേദന കടിച്ചമർത്തുന്നത്. ഒരു വല്ലാത്ത തരം നോവാണ് നമുക്ക് ചുറ്റും. നമ്മുടെ സഹജീവികൾ ഇല്ലാതാകുമ്പോൾ ഒരു നാട്, മനോഹരമായൊരു നാട് ഒലിച്ചു പോയപ്പോൾ ഓരോ മലയാളികളും സ്വയം അനുഭവിച്ചതെന്താണ്? ഇരുളിൻ്റെ ഇതിൽ പ്രകൃതിക്ഷോഭങ്ങൾ, അതിൻ്റെ കാരണക്കാരെന്തുമാകട്ടെ, ഒരുപക്ഷെ ഈ ഗാഡ്ഗിൽ കമ്മിറ്റിയൊക്കെ പറയുന്നതുപോലെ പശ്ചിമഘട്ടം തകർത്തതിൻ്റെ ഫലമായിരിക്കും ഒരു പക്ഷേ ഈ അനുഭവിക്കുന്നത് എന്നൊക്കെ ആ വാദപ്രതിവാദങ്ങളെല്ലാം മാറ്റിവെച്ചാലും നമ്മുടെ സഹോദരങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു, സ്വത്ത് നഷ്ടപ്പെട്ടു. ഒരു ജനവാസ മേഖല മൊത്തം ഒരു കാടിന് അല്ലെങ്കിൽ ഒരു നരകത്തിന് തുല്യമായ രീതിയിലേക്ക് മാറിപ്പോയി. ദൗർഭാഗ്യവശാൽ പറയട്ടെ, അതിനിടയിലും രാഷ്ട്രീയം കളിക്കുന്നവർ ഒരുപാടുണ്ട്. പാരൻസ് കഫിലേക്ക് സ്വാഗതം. ചൂടുള്ള ചായക്കൊപ്പം ചൂടുള്ള വാർത്തകൾ. മറുനാടൻ ഷാജൻ സ്കറിയ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ കാണുകയും ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ, അദ്ദേഹം ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്, അല്ലെങ്കിൽ വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞതിനെതിരെ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ വരികൾക്കിടയിലൂടെ, ഷാജൻ സ്കറിയയുടെ വരികൾക്കിടയിലൂടെ സാധാരണക്കാരായ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന, അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ വാർത്താ അവതരണത്തിനും ലക്ഷക്കണക്കിന് ദൃശ്യ അല്ലെങ്കിൽ ആളുകളാണ് അദ്ദേഹത്തെ ആ വാർത്തകൾ കാണുന്നത്. പക്ഷെ അതുപോലെ ആ വീഡിയോ, അദ്ദേഹം ഷാജൻ സ്കറിയ ഇറക്കിയ ആ വീഡിയോ, ഒരുപക്ഷെ അദ്ദേഹം നേരിട്ട് അതിൽ പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ ആരും സംഭാവന കൊടുക്കണം. പക്ഷേ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ ദുരിതാശ്വാസ നിധിയിലെ പണം വകമാറ്റി ചിലവഴിച്ചു, അതൊക്കെ ശരിയാണ്. ശ്രീ പിണറായി വിജയനെ ഈ എന്താ പറയുക, കമ്മ്യൂണിസ്റ്റുകൾ, അതായത് CPM-കാർ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് പേര് കേരളത്തിൽ ആർക്കും ഇഷ്ടമാണ്. കാരണം അഹങ്കാരവും താൻ പ്രമാണിത്വവും പാർട്ടിയെ മൊത്തം കാൽക്കീഴ്ക്കലാക്കി നയിക്കുന്നത് ഞാനാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു വിഡ്ഢിയായ ഒരു മനുഷ്യൻ, അല്ല അഹങ്കാരിയായ ഒരു മനുഷ്യൻ. അദ്ദേഹം ഗതികേടിന് നമ്മുടെ മുഖ്യമന്ത്രിയായിപ്പോയി, അതൊരു വാസ്തവം മാത്രം. പക്ഷേ അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കരുത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സഹോദരങ്ങളെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. ഈ സമയത്ത് നമ്മൾ രാഷ്ട്രീയം പറഞ്ഞ് തർക്കിക്കുകയല്ല വേണ്ടത്. നമ്മുടെ സഹോദരങ്ങൾക്ക്, അവരുടെ അവശേഷിച്ചവർക്ക് എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഭവനങ്ങൾ ഒരുക്കാൻ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്ര നാളൊക്കെ അവർക്ക് കഴിയാൻ പറ്റും, ഭവനങ്ങൾ ഒരുക്കാൻ, അതല്ലെങ്കിൽ അവരുടെ പുതിയ ജീവിതത്തിലേക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ തുറക്കാനൊക്കെ നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രമാണ്. നമുക്കൊരിക്കലും ഈ ഇരകളായവരെ കണ്ടുപിടിച്ച് 1 ലക്ഷമോ 2 ലക്ഷമോ അവർക്ക് നേരിട്ട് കൈമാറി കഴിഞ്ഞാൽ അത് അവരുടെയൊക്കെ എത്തില്ല. തീർച്ചയായിട്ടും സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ ഭരണകൂടം അവരുടെ മിഷനറീസ് ഉപയോഗിച്ച് ഇവരെ പുനരധിവസിപ്പിക്കാൻ മാത്രമേ കഴിയൂ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കയ്യിലുള്ള പൈസയുമായി ഈ ഇരകളെ തേടിയിറങ്ങിയാൽ സംഭവിക്കുന്ന എന്താണ്? ആരൊക്കെ ഇടയ്ക്കൊക്കെ പറയുന്നത് കേട്ടോ, നമ്മൾ നേരിട്ട് ചെയ്തുകൊള്ളാം. എന്താണ് നേരിട്ട് ചെയ്യുന്നത്? നമുക്കൊരു വീട് വെച്ച് കൊടുക്കാൻ പറ്റും. പക്ഷേ സർക്കാരിനെ പോലെ വലിയൊരു സംവിധാനത്തെ അവർ ചെയ്യുന്നതിനൊപ്പം നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മളെ കഴിയുന്ന സഹായം ആ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കുക തന്നെ വേണം. നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ ആരെയും കുറ്റം പറയില്ല. പക്ഷെ കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു ക്രൂരമായ മനസ്ഥിതി ഉള്ളവരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്ന് പറയാൻ മാത്രമേ കഴിയൂ. ഈ ഷാജൻ സ്കറിയ പറഞ്ഞ വീഡിയോയിൽ അദ്ദേഹം ഈ ഓഖി ദുരിതത്തിന് വഴിമാറ്റി ചിലവഴിച്ചത് തീർച്ചയായിട്ടും അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതൊക്കെ പറയേണ്ടത് ഈ സന്ദർഭത്തിലല്ല. ഇതൊക്കെ നിങ്ങളെ ഫോളോ ചെയ്യുന്ന, അങ്ങയെ ഫോളോ ചെയ്യുന്ന, അങ്ങയുടെ വീഡിയോയിൽ കാണുന്ന എല്ലാവരെയും ഒരു പരിധിവരെ മാറ്റി ചിന്തിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അങ്ങ് ഷാജൻ സ്കറിയ പറയുന്നതിന് ചിലപ്പോൾ 1 ലക്ഷം പേരിൽ 10 പേര് കേട്ടാൽ, അവരിത് 100 പേരോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. ഈ സമയത്ത് ഒരു സംസ്ഥാനം മൊത്തം അല്ലെങ്കിൽ ഒരു നാട് മൊത്തം എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന സമയത്ത് നെഗറ്റീവ് കമൻറ്റുമായിട്ട് വരുന്നവരെ നമുക്ക് അകറ്റി നിർത്തുക തന്നെ വേണം. ശ്രീ ഷാജൻ സ്കറിയ അതിന് വഴിമരുന്നിടരുത്. അഭ്യർത്ഥനയാണ്. അങ്ങ് പോലുള്ള വലിയ വലിയ ആളുകൾ നമ്മുടെ ചാനലൊന്നും ഒരിക്കലും കാണാൻ പോകുന്നില്ല. ഇതൊരു ചാനലാണെന്നോ അല്ലെങ്കിൽ ഇതൊരു വീഡിയോ പ്രോഗ്രാം ആണെന്നോ ഉള്ള അഭിപ്രായം പോലും എനിക്കില്ല. പക്ഷേ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ഭരണകൂടമാണ്. അതിലിരിക്കുന്ന മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നവർ മാറി മാറി വരും.
ഒരുപക്ഷെ ഇന്നിപ്പോൾ പിണറായി വിജയനാണ്, നാളെ രമേശ് ചെന്നിത്തലയായിരിക്കാം, മറ്റന്നാൾ വി ഡി സതീശനായിരിക്കും. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന പൈസ എല്ലാം കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് ദുരിതാശ്വാസത്തിൽ കൊടുത്ത് അദ്ദേഹം എടുത്തുകൊണ്ട് പോകുന്നു എന്ന് ആരെങ്കിലും വിശ്വസിക്കുമെന്ന് തോന്നില്ല. കാരണം അത്രയ്ക്കും അക്ഷരാഭ്യാസമുള്ള ആളുകളാണ് നമ്മൾ മലയാളികൾ. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് പോകുന്നത്. അതിൽ അവർക്ക് നമ്മൾ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യുക. സഹായം ചെയ്തില്ലെങ്കിൽ ചെയ്യാതിരിക്കുക. നിങ്ങൾ സഹായം ചെയ്യാൻ വരുന്നവരെ വഴിമുടക്കരുത്. നാട് വളരെ ദുരന്തത്തിലെത്തി നിൽക്കുമ്പോൾ പോലും അതിൽ രാഷ്ട്രീയം കാണുകയും അതിലെ നെഗറ്റീവ് കമൻ്റ് ഇടുകയും ചെയ്യുന്നവർ ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ നാവടക്കിയിരിക്കുക. ചെയ്യാൻ സന്നദ്ധരായി മുന്നോട്ട് വരുന്നവർ ചെയ്യട്ടെ. കുറിച്ച് കുടുംബങ്ങൾ അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടവർ അവരെ പുനരധിവസിപ്പിക്കട്ടെ. നിങ്ങളുടെ നാവുകൾ അടക്കി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കൂ. തിരഞ്ഞെടുപ്പ് സമയമൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഈ വിദ്വേഷ പ്രസംഗങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ആ സമയത്ത് ഇവർക്കെതിരെയൊക്കെ പ്രയോഗിച്ചാൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവും. അല്ലാതെ ഈ സമയത്ത് ഒരിക്കലും ഇതിനെതിരെ ഒരു നെഗറ്റീവ് കമൻറ്റ് പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പറ്റിപ്പാണ് എന്ന് പറയുന്ന ഒരു കമൻറ്റ് ഒരിക്കലും ഇടരുത്. അത് നമ്മുടെ ജനാധിപത്യത്തിന് യോജിച്ചാൽ. അപ്പോൾ പാരസ് കഫലിൽ വീണ്ടും കാണാം ചൂടുള്ള ചായക്ക്.